ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എപ്പോഴും പറയണ പോലെ തന്നെ ഇത് എപ്പോഴും പറയണ പോലെയല്ല, വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു സവാള വെച്ചിട്ടൊരു തോരനാണ്. ഇത് ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഇതൊരു റെസിപ്പി ആയിട്ട് ഇടേണ്ട കാര്യം ഉണ്ടോയെന്ന് ചിന്തിക്കണവരും ഉണ്ടാവും. പക്ഷെ അറിയാത്തവർക്കാണ് ഞാൻ ഇത് പറയണത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 സവാള കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇടിച്ച മുളക്, 2 തണ്ട് കറിവേപ്പില, കുറച്ച് തേങ്ങ ചിരവിയത്. അതിൻ്റെ അളവൊക്കെ ഞാൻ വീഡിയോയിൽ അതിനോടൊപ്പം ഉണ്ടാക്കുമ്പോൾ പറയാം. പിന്നെ അതിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട്. അതിൻ്റെയൊക്കെ അളവ് ഞാൻ ഉണ്ടാക്കണതിൻ്റെ ഒപ്പം തന്നെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് ഒരു പാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാസ്റ്റ് അയണിൻ്റെ ചട്ടി ഞാൻ മറ്റേ തുരുമ്പൊക്കെ മാറ്റിയിട്ട് വൃത്തിയാക്കണൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ, ആ കാസ്റ്റ് അയണിൻ്റെ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കണതിൻ്റെ മുന്നേ ഒന്ന് കഴുകിയെടുക്കുക വേണ്ടുള്ളൂ. എണ്ണ പുരട്ടി, ഇനി ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകുമ്പോൾ എണ്ണ പുരട്ടിയിട്ട് വീണ്ടും വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കണ കുറേ ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോഴേക്ക് ഇത് തുരുമ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ കാസ്റ്റ് അയണിലൊക്കെ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി ഒലർന്ന് കിട്ടാനും നല്ല ഒരു മണം വരാനും ഒക്കെ നമ്മുടെ നോൺ സ്റ്റിക്ക് ഇതിനെക്കാട്ടിലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുക് ഒരു 1/2 ടീസ്പൂണ് ഉഴുന്നും ഇട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലി 2 തണ്ടിട്ടു. അതിന് ശേഷം നമ്മുടെ മെയിൻ താരമായിട്ടുള്ള നമ്മുടെ സവാള അതൊന്ന് വഴറ്റി എടുക്കണം. അത് ലോ ഫ്ലെയിമിൽ തന്നെ വഴറ്റി മെല്ലെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴന്ന് കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് വഴന്ന് കിട്ടാനുള്ള ഒരു ചെറിയൊരു ടൈമേ നമുക്ക് എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഉപ്പിടുമ്പോൾ വേഗം വഴന്ന് കിട്ടുകയും ചെയ്യുമല്ലോ. ഇത് സിമ്പിളാണ് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. ഇത് മാത്രം മതി നല്ല തൈര് സാദമോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. ടിഫിനിലേക്കൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ വീട്ടമ്മമാരൊക്കെ പ്രത്യേകം അറിയാം, നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ഫ്രിഡ്ജിലത്തേക്ക് പച്ചക്കറി ഒന്നുമില്ലാത്തൊരു അവസ്ഥ വരണ ഇത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനത്തെ അവസ്ഥയിൽ ഉള്ളപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു തോരനാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പം ഞാൻ ഏതായാലും ഇത് ഇവിടെ വീട്ടിൽ ടിഫിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീഡിയോ എടുത്തതാണേ. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടാവും. പിന്നെ ബാച്ചിലേഴ്സ്, ഇപ്പോൾ പുതിയതായി കല്യാണം കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ എളുപ്പമല്ലേ, ഒരു ചോറിനൊരു വേറെ അരിയും വേറെ പച്ചക്കറി, ബീൻസ്, ക്യാരറ്റ് അതൊക്കെ അരിഞ്ഞ് ടൈമില്ലാത്തവർക്കും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ അതാ ഈ പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ സവാളയ്ക്കൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്ന് എരിവ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് നമ്മളുടെ ഉള്ളിയൊക്കെ അതിൽ വഴന്ന് നല്ല ക്രിസ്പിയായി വരുമ്പോൾ നല്ല ടേസ്റ്റ്. പിന്നെ ഇരുമ്പിൻ്റെ അങ്ങനത്തെ കാസ്റ്റ് അയണിൻ്റെ ഒക്കെ ചീനച്ചട്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴേ നമ്മളുടെ അയേണിൻ്റെ ഡെഫിഷ്യൻസി ഉള്ള ആളുകൾക്കൊക്കെ ആഴ്ചയിൽ ഒരു 1-2 ദിവസമെങ്കിലും ഇങ്ങനത്തെ ചീനച്ചട്ടിയിലൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് ദേഹത്തിനൊക്കെ നല്ലതാണ്, ഹെൽത്തിനൊക്കെ നല്ലതാണ്. മുന്നത്തെ കാലത്തൊക്കെ ഇങ്ങനത്തെയൊക്കെ ചീനച്ചട്ടി തന്നെയല്ലേ നമുക്ക് അടുപ്പിലൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ ഗ്യാസായ കാരണം നമ്മൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് ഈ പലതരം ഡെഫിഷ്യൻസീസും അയേൺ ഡെഫിഷ്യൻസിയൊക്കെ വരാനുള്ള കാരണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഇടിച്ച മുളക് ഇട്ടു കേട്ടോ. ഇടിച്ച മുളക് ഒരു 1/2 ടീസ്പൂൺ ഇട്ടു. പിന്നെ ഇതിലേക്ക് തേങ്ങയും കൂടിയും ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പ് കുറച്ചും കൂടി വേണ്ടി വരും. ആ ഉപ്പ് ഇട്ടു. ഒരു 2 പിടി തേങ്ങ ചിരവിയതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് മിക്സായി നന്നായി ഒലർന്ന് വരും. അപ്പോൾ നമ്മളുടെ റെസിപ്പി റെഡിയായി. ഒരു ചോറിനൊരു തോരൻ റെഡിയായി കിട്ടിയില്ലേ. പച്ചക്കറി വേറെ ഒന്നും അരിയൊന്നും വേണ്ട. ഒരു 2 മുഴുത്ത 2 സവാള ഉണ്ടെങ്കിൽ നമുക്കൊരു ഡിഷ് റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. ടിഫിനിലൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ അടിപൊളിയാണ്. ഒരു മുട്ട കുത്തിപ്പിരിച്ചതും ഇതും ഒരു അച്ചാറും ചോറും തൈര് ഉടച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി കുശാലായി. പിന്നെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ പറയൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയൊരു ഈസി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.